പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 21-ാം തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലേ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായേ. ഗ്രിഗറി ജോസഫ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് കവിത എന്നാണ്. ഗ്രിഗറി ജോസഫ്, കവിത, ഇവരെല്ലാം ഫാമിലി സഹിതം കാനഡയിലാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗ്രിഗറി ജോസഫിന് ഈ ഇറ്റിനറൻ്റായിട്ടുള്ള ഇങ്ങനെ സാധനങ്ങളെ ഏജൻസിയായിട്ട് എത്തിച്ച് കൊടുക്കുന്ന എന്ത് ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം വേതനമാക്കി പുള്ളിക്ക് കാനഡ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ പുള്ളി ഉടമ്പടി വന്നതിന് ശേഷം ഉടമ്പടി പുള്ളി കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ ദൈവം നമ്മുടെ കരുതൽ കാണിച്ചത്, ഇപ്പോൾ ഞാൻ നിനക്ക് ഇളവ് ചെയ്ത പോലെ നീയും ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നില്ലേ. ഒരു മത്തായി 18:33 ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ. ചില ആൾക്കാർക്ക് സങ്കടമൊക്കെ കണ്ട് നിൽക്കുകയാണെന്നെങ്കിൽ ഒരു പരിചയമില്ലെങ്കിൽ അങ്ങോട്ട് നിന്ന് ചോദിക്കും, എന്താ സങ്കടമാണല്ലോ, വല്ല കുഴപ്പമുണ്ടോ, സഹായിക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ അവർ ഉടമ്പടി കറക്റ്റ് ഉടമ്പടി ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ ഒരിക്കൽ ഗ്രിഗറി പറഞ്ഞേ, കർത്താവേ എൻ്റെ ജോലി ഇത്തിരി ശമ്പളം കുറവാണ്, എനിക്കൊരു പുതിയ ജോലി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു പറയും. അപ്പോൾ എന്നിട്ട് ഇവർ എവിടെയോ ഓൺലൈനിൽ വന്ന ഒരു സ്ഥലത്തേക്ക് ഗ്രിഗറി വിളിക്കുമ്പോൾ അവിടുന്ന് റെസ്പോണ്ട് ചെയ്യും. വൈകുന്നേരം റെസ്പോണ്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ച് വിളിക്കും. ഒരു ചേടത്തി വിളിക്കും, കാനഡയിൽ ഒരു ചേടത്തി വിളിക്കാൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, എൻ്റെ ജോലി ഇതാണ്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ, ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഏജൻസി ഇല്ലെന്ന് പറയും. എന്നിട്ട് ആ ലേഡി പറയുമേ, ലെറ്റ് us think about it എന്ന് പറയാം. ഇല്ലെങ്കിൽ ഞങ്ങളെ ഇപ്പം നീ ഇപ്പോൾ നിങ്ങളെ വിളിച്ചില്ലേ, അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഏജൻസി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയും. പെട്ടെന്നായിരുന്നു ആ സംഭവം. അവിടെ അവരുടെ സ്ഥാപനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ജോലിയും കൊടുത്ത്, അതല്ല 3 മാസത്തിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലറിൻ്റെ അവാർഡും കിട്ടി. അപ്പം ദൈവത്തിനടുത്ത് ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ദൈവത്തിനടുത്തുണ്ട്. പക്ഷെ നമ്മളൊരു മെനയാകത്തില്ല, അതാണ് നമുക്ക് പ്രശ്നം. അങ്ങനെ ചെയ്താൽ ഉടമ്പടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ നഷ്ടമല്ലേ വരുന്നത്, ഉടമ്പടി എന്നും പറഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ ഉള്ളത് കൂടി ഇല്ലാണ്ടാകത്തില്ലേ എന്നൊക്കെ ചിന്തിച്ച്, മാനുഷികമായി ചിന്തിച്ച് ദൈവത്തെ ഉടമ്പടിയെയും ചില കോണറിൽ നമ്മൾ അടുപ്പിക്കത്തില്ല. അതാണ് ഈ പന്നി ചോദിച്ചില്ലേ ഒരിക്കലേ, പന്നിക്കഥകളിലുള്ളതാണത്. ലഗിയോൻ പറയണില്ലേ, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്ന്. അപ്പോൾ ആ ഒരു വകുപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും വിഷയത്തിൽ ദൈവം ഇടപെടരുതെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ദൈവം ഇടപെട്ടിട്ടില്ല. ഇതൊരു ബ്ലാങ്ക് പേപ്പറാണ്. എന്താ കാര്യം? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം ഇടപെടരുതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ ദൈവം ഇടപെട്ടിട്ടേയില്ല. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.